morning children. I hope you are fine and safe at home. Today let's start the second semester. First lesson is decimal. Decimals are fractions with the denominator. Decimals are fractions. Decimals എന്ന് പറയുന്നത് are fractions with the denominator 10, 100, 1000 etc. വന്നാൽ മാത്രമേ ഡെസിമൽ ആവത്തുള്ളൂ. Decimals are fractions with the denominator 10, 100, 1000 etc. Decimal numbers have two parts. രണ്ട് പാർട്ട് ഉണ്ട്. ഡെസിമൽ നമ്പേഴ്സിന് 2 parts ഉണ്ട്. One whole part and a decimal part. Whole part and decimal part. Decimals are fraction with the denominator 10, 100, 1000 ഒക്കെ വന്നാലാണ് ഡെസിമൽ ഫോം ആവത്തുള്ളൂ. ഡെസിമൽ നമ്പേഴ്സ് have 2 parts, whole part and decimal parts. ഈ ഹോൾ പാർട്ടിനെയും the whole part and decimal part and decimal part are separated by a point called decimal point. ഹോൾ പാർട്ടിനെയും ഡെസിമൽ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യണം. അതിനെയാണ് പറയുന്നത് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, എക്സാമ്പിൾ 125.834 125.834. ഇത് ഡെസിമൽ പോയിന്റ്, ഇത് ഡെസിമൽ പാർട്ട്, ഇത് ഹോൾ പാർട്ട്. ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡ് വരുന്നത് ഹോൾ പാർട്ട്, ഡെസിമൽ പോയിന്റിന് റൈറ്റ് സൈഡ് വരുന്നത് ഡെസിമൽ പാർട്ട്. ദിസ് വൺ ഹോൾ പാർട്ട്, this one decimal point, this one decimal part. This one whole part, this one decimal point, this one decimal part. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്നത് ഡെസിമൽ പാർട്ടും ഡെസിമൽ പോയിന്റ് മുൻപേ ഉള്ളത് ഹോൾ പാർട്ട്. ഇപ്പോൾ 125.834 ഹോൾ പാർട്ടിനെ ചേർത്ത് പറയാം. 1, 1s, 10s, 100 നമ്മൾ ഓർഡിനറി ഹോൾ പാർട്ട് 125 പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ് ഓരോന്നായിട്ട് വേണം പറയാൻ. 834 അത് ചേർത്ത് പ്ലേസ് വാല്യൂസ് നോക്കി ചേർത്ത് വായിക്കാൻ പാടില്ല. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് 834 ഡിജിറ്റ് വൈസേ പറയാവും. ഇത് നോക്കിയേ, വൺസ് ഇത് പോയിന്റിന് മുന്നേയുള്ള ഹോൾ പാർട്ടിൽ ഇതിൽ ഫസ്റ്റ് 1s, 10s, this one 100. നമുക്കറിയാം 1s, 10s, 100. ഹിയർ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് 10th TH കൂടെ ചേരും. 10th. ഹിയർ 100th. ദിസ് വൺ 1000th. 10th, 100th, 1000th. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഓരോ ഡിജിറ്റും ഫസ്റ്റ് പ്ലേസ്, ഓരോ പ്ലേസ് ഫസ്റ്റ് പ്ലേസ് 10th, 100th, 1000th. ഡെസിമൽ പോയിന്റിന് മുമ്പേ ഉള്ളത് നമ്മൾ സാധാരണ പറയുന്ന പ്ലേസ് വാല്യൂസ് 1s, 10s, 100. അത് കഴിഞ്ഞിട്ട് വരുന്നത് 10th, 100th, 1000. ഇത് 1s, 10s, 100 അങ്ങനെ പറയും. ഇതാണെങ്കിലോ 10th എന്ന് പറയുന്നത് 1/10, 100 എന്നുള്ളത് 1/100, 1000 എന്നുള്ളത് 1/1000 ആണ് 1000th. 10th 1/10, 100th 1/100, 1000th എന്ന് പറയുന്നത് 1/1000. അപ്പോൾ എങ്ങനെ വായിക്കുക? 125.834. ഇതിൽ 10th നോക്കിയേ, 10th മീൻസ് 1/10. എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ ഫ്രാക്ഷൻ ഫോമിൽ
ഒരു ഹോൾ പാർട്ടിനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്യാനുള്ളത്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് 1/10. ഇതാണ് 10th. When 1 is divided into 10 equal parts. 1 is divided into 10 equal parts. ആണ് ഇതിൻ്റെ മീനിങ്. 10 equal parts. Then each part is called is called 1/10. 1 is divided into 10 equal parts. Then each part is called 1/10. ഇതിൽ 1/10 എന്നുള്ളത് ഫ്രാക്ഷൻ ഫോമാണ് 1/10. അതിൽ ഡെസിമൽ ഫോം എങ്ങനെയാണ്? ഫ്രാക്ഷൻ ഫോം എന്നുള്ളത് 1/10. അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെ എഴുതും? 1/10 എന്ന് പറയുന്നത് പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ 0.1. അപ്പം ഹോൾ പാർട്ട് 0.1. Therefore 1 equal 10 tenths. ഞാൻ പറയേണ്ടത് ഇതാണ് 10th പ്ലേസ്. നെക്സ്റ്റ് 100th. 100th 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. Here 1 2 3 4 5 6 7 8 9 10. ഒരു ഹോൾ പാർട്ടിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 1/100. 1/100 എന്നുള്ളത് 100th. അപ്പോൾ എങ്ങനെയാണ് ഇത്? വെൻ 1/10 is divided into 10 equal parts, then each part is 100th. Each part is 100. അടുത്തത് ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്താണ്? ഫ്രാക്ഷൻ ഫോം 1/100. അതിൻ്റെ ഡെസിമൽ ഫോം എങ്ങനെയായിരിക്കും? 1/100 എന്നുള്ളത് 100th പ്ലേസിൽ. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇത് ഹോൾ പാർട്ട് 0, ദെൻ പോയിൻ്റ് കഴിഞ്ഞിട്ട് 100th പ്ലേസിലാണ് 1. അപ്പോൾ 0 1. 10th പ്ലേസില്ല 0, ദെൻ 100th പ്ലേസിൽ 1. 0.01. 1/10 equal 10 100th. 1/10 equal 10 100th. Next 1000th. 1000th ഇതുപോലെ തന്നെ 1000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 1/1000. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? വെൻ 100th is divided 100th is divided into 10 equal parts. 10 parts are equal ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Then each part is called 1000. Each part is called 1000. ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എങ്ങനെയാണ്? ഫ്രാക്ഷൻ ഫോം 1/1000.
1000. അതിൻ്റെ ഡെസിമൽ ഫോം ഇതിൻ്റെ ഡെസിമൽ ഫോം ഏതാണ്? 1/1000 മീൻസ് 1000 പ്ലേസിൽ. അപ്പോൾ 0.10th പ്ലേസ് 0, 100 പ്ലേസ് 0, 1000 പ്ലേസ് 1. 0.001. 100th equal 10,000. 100th equal 10,000. Yes. When there is no whole part, when there is no whole number, whole number ഇല്ലെങ്കിൽ 0 ഇട്ടാൽ മതി. No whole number part. When there is no whole number part, write 0. Say write 0 as a whole number part. ഹോൾ നമ്പർ പാർട്ട് നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ അവിടെ എന്തോ ഇടണം? 0. 0 is a ഹോൾ നമ്പർ പാർട്ട്. ഇപ്പോൾ ഫ്രാക്ഷൻ പാർട്ടും ഡെസിമൽ പാർട്ടും പഠിച്ചു. നോക്കിയാൽ നിങ്ങൾ റൈറ്റ് ദി ഡെസിമൽ നമ്പർ. റൈറ്റ് ദി ഡെസിമൽ നമ്പർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയേ. 3/10. 3/10 എങ്ങനെയാണ്? ഇത് ഫ്രാക്ഷൻ ഫോം. 3/10 എന്നുള്ള ഫ്രാക്ഷൻ ഫോം. ഇതെങ്ങനെ ഡെസിമൽ പാർട്ടിൽ എഴുതും? ഹോൾ പാർട്ട് ഇല്ല. അപ്പോൾ ഹോൾ പാർട്ട് 0.3/10 എന്നുള്ളത് 3/10th പ്ലേസിൽ. 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ് 0.3. 7/100 എങ്ങനെ നമ്മൾ ഡെസിമൽ പാർട്ടിൽ എഴുതും? ഹോൾ പാർട്ട് ഇതിൽ 0.7 in 100th പ്ലേസ്. അപ്പോൾ 10th പ്ലേസ് ഇല്ല. 10th പ്ലേസ് 0 ഇട്ടിട്ട് 7 in 100th പ്ലേസിൽ എഴുതുക. ദെൻ 8/1000 എങ്ങനെ എഴുതുക? 0.0, 10th പ്ലേസ് 0, 100th പ്ലേസ് 0, 1000 പ്ലേസ് 8. 135/1000 എങ്ങനെ നമ്മൾ എഴുതും? ഇപ്പോൾ ഹോൾ പാർട്ട് ഇല്ല. ഹോൾ പാർട്ട് 0.135 in 1000. 135/1000. അപ്പോൾ 0.135. 5 ആണ് 1000 പ്ലേസ്. ഇത് 100th 10th. അപ്പോൾ 0.135. നെക്സ്റ്റ് റൈറ്റ് ഡെസിമൽ ഫ്രാക്ഷൻ. റൈറ്റ് ഡെസിമൽ ഫ്രാക്ഷൻ. റൈറ്റ് as decimal fraction. 5.8. 5.8 എങ്ങനെയാണ് ഡെസിമൽ ഫ്രാക്ഷനിൽ എഴുതും? 5 in ഹോൾ പാർട്ട്. ദെൻ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ് 10th പ്ലേസ്. അപ്പോൾ 8/10. 5 8/10. 0.16 ഇതെങ്ങനെയാണ് ഫ്രാക്ഷൻ പാർട്ടിൽ എഴുതും? ഇതിൽ ഹോൾ പാർട്ട് 0 ആണ്. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ് 10th 100. അപ്പോൾ 16/100. 1.14 ഇതിൽ ഹോൾ പാർട്ട് 1. പോയിന്റ് 10th 100. അപ്പോൾ 14/100. 14/100. 1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ പാർട്ട്. ബാക്കിയുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്ലേസ് 10th 100. 14/100. Dear students, let's watch and enjoy the video of decimal. If you split the number 1 into 10 parts, that's where the decimal place values start. The values are still 1, they're quite small, like 0.1, which is a decimal, y'all. This number as a fraction is 1/10, and 0.1 is its decimal equivalent. Fractions over 10, 100, 1000, and on are all decimal numbers, it's a phenomenon. Decimals are fractions, just with different names. They each have a value that's exactly the same. Whole numbers to the left, decimals to the right. They get smaller and smaller till they're barely inside. Like whole numbers can get big, decimals can get small. If you know place value, you can imagine them all.
On a place value chart, you'll see a pattern starts. If you split 1/10 into 10 equal parts, this new value is 100th, and in every case, 100 hundredths equals 1 whole in the ones place. And if you split just 100th into 10 parts, that's the next place on the place value chart. This value is 1,000th of the number 1. Like every decimal, it's a special fraction. When any denominator is a power of 10, that fraction can be written as its decimal equivalent. Whole numbers to the left, decimals to the right. They get smaller and smaller till they're barely inside. Like whole numbers can get big, decimals can get small. If you know place value, you can imagine them all. We've got the tenths, the hundreds, the thousands, and more. Let's imagine a number line to further explore. You see, there's a special line between 0 and 1 where you find decimal numbers. In every fraction between 0 and 1, make 10 intervals. These are tenths written as fractions or decimals. When counting by tenths, after you get to 9, the 10th makes 1 whole on the number line. Let's see what happens as the place value decreases and 1/10 is divided into 10 equal pieces. We get 100th written as 0.01, and 10 of these make a 10th, but we're not done. Split 100th into 10 parts and we'll get 1,000, the smallest value we've seen yet. 10,000ths makes 100th, 100 makes 1/10, 1,000 thousandths makes 1 whole. Isn't it brilliant? Whole numbers to the left, decimals to the right. They get smaller and smaller till they're barely inside. Like whole numbers can get big, decimals can get small. If you know place value, you can imagine them all. Okay, students, we can see in the next class. Thank you.